കഴിഞ്ഞ ആഴ്ച നമ്മുടെ വീട്ടിലത്തെ പേരന് കുറേയേറെ പേരയ്ക്ക കിട്ടിയേ. ഉള്ളൊക്കെ ചുവന്ന ഒരുതരം പേരയ്ക്കയാണ്, നല്ലൊരു മണവും ടേസ്റ്റും ഈ പേരയ്ക്കയ്ക്ക്. അപ്പോൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് കഴിച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും മിച്ചം വന്നു. അപ്പോൾ ഞങ്ങളാണ് ഒരു യാത്ര പോകും. അപ്പോൾ അത് വെച്ചിരുന്നത് നാശമായി പോലെന്ന് വിചാരിച്ചു. എന്നാൽ ജ്യൂസാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ജ്യൂസാക്കി കുടിക്കാമെന്ന് വിചാരിച്ച് ജ്യൂസാക്കിയത്. അപ്പോൾ ഞാൻ കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് നല്ലപോലെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് അടിച്ചെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചേ. എന്നിട്ട് അതിൻ്റെ കുരുവൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഒന്ന് അരിച്ചെടുത്തു. നന്നായിട്ട് കുരുവ, നാടൻ പേരയ്ക്ക പോലെ. ഇത് ബെഡ് തൈ മേടിച്ചാണെങ്കിലും നിറച്ച് കുരുവുള്ള പേരയ്ക്കായിരുന്നേ. അപ്പോൾ ഞാനതൊന്ന് തിളപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഫ്രിഡ്ജിൽ അങ്ങനെ തന്നെ വെച്ചിരുന്നാലും ചിലപ്പോൾ അത് പുളിച്ചു പോകും. അപ്പോൾ ഞാനത് തിളപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒഴിച്ചു. തിളപ്പിച്ച് വെക്കാമെന്നായിരുന്നു തന്നെ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാനത് നല്ലപോലെ തിളപ്പിച്ച് ഒരു ദിവസം രാത്രിയാണ്, വൈകുന്നേരമാണ്, നല്ലപോലെ തിളപ്പിച്ച് കഴിഞ്ഞപ്പോൾ അതൊന്ന് ഓഫ് ചെയ്ത് വെച്ചു. പിറ്റേ ദിവസം കാലത്തായപ്പോഴത്തേന് നല്ലപോലെ തിക്കായിട്ടിരിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇതൊന്നുകൂടെ ഒന്ന് ട്രൈ ആക്കി എടുക്കുക, ഇത് ഇങ്ങനെ ജ്യൂസാക്കി കുടിക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഇതുണ്ടോ നല്ല തിക്കായിട്ടിരിക്കുക പിറ്റേ ദിവസം കാലത്തായപ്പം. അപ്പോൾ ഞാൻ ഒന്നുകൂടി അങ്ങ് തിളപ്പിച്ചു. പിന്നെ പഞ്ചസാരയൊന്നും ചേർത്തില്ല കേട്ടോ, ആ ഒരു പഞ്ചസാര തന്നെ ചേർത്തുള്ളൂ. മധുരം കുറവുള്ള പേരയ്ക്കൊക്കെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി പഞ്ചസാര ചേർക്കാം കേട്ടോ. ഞാൻ പഞ്ചസാര പിന്നെ ചേർത്തില്ല. ഞാനിതിലേക്കൊരു 2 ടീസ്പൂൺ കോൺഫ്ലവർ കൂടെ കലക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് പതുക്കെ സിമ്മിലിട്ട് പതുക്കെ എൻ്റെ പണിയുടെ ഇടയ്ക്ക് ഇളക്കും. അങ്ങനെ കാലത്തെ അടുക്കളപ്പണി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ബാക്കി പണിയുടെ ഇടയ്ക്ക് ഇത് ഇവിടെ ചെയ്തു. അപ്പോൾ മൂടി വെച്ചിരുന്ന പതുക്കെ വറ്റിച്ചെടുത്തു. ഏത് പഴമാണേലും നല്ലപോലെ അരച്ച് കഴിഞ്ഞ് നമ്മൾ അടുപ്പിലോട്ട് വെച്ച് ഒന്ന് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചാൽ വെള്ളം വറ്റി തുടങ്ങുമ്പോഴത്തേനും അല്ലാതെ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് ഇപ്പം സ്റ്റൗവേ നിറച്ചാകും, ഇവിടെ മേത്തോട്ടൊക്കെ ആകും. അപ്പം ഞാൻ സിമ്മിലിട്ടേച്ച് പതുക്കെ ഒന്ന് മൂടി വെക്കും. അതിൻ്റെ പൊട്ടൽ മാറി കഴിഞ്ഞാൽ മാത്രമേ ഇളക്കുള്ളൂ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കും, എന്നിട്ട് മൂടി വെക്കും. പിന്നെ പൊട്ടലൊക്കെ മാറി കഴിയുമ്പോഴാണ് പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ഇളക്കി റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു 2 ടീസ്പൂൺ ഒലിവ് ഓയിലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്ന ഒരു മടി തോന്നിയ കാരണം ഞാൻ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തൊന്ന് വരട്ടിയെടുക്കാം കേട്ടോ, അടി പിടിക്കാൻ തുടങ്ങിയപ്പം. എന്തായാലും ഞാനിങ്ങനെ നല്ലപോലെ ഒന്ന് വരട്ടിയെടുത്തത്. അപ്പോൾ ഞാനിത് തിളച്ചപ്പോൾ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എനിക്ക് പേരയ്ക്ക കുക്ക് ചെയ്തത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ തിളച്ചപ്പോൾ തന്നെ എൻ്റെ ടേസ്റ്റ് നല്ലതായത് കാരണം പിന്നെ ഞാൻ ഇതിന് പണിയെടുക്കാൻ മെനക്കെട്ടത്. നമ്മുടെ പാത്രത്തിൽ നിന്നൊക്കെ വിട്ടുപോയിരുന്ന പരുവത്തിനെത്തി. എനിക്കിത് മോൾഡ് ചെയ്ത് വെക്കാനൊന്നും പറ്റില്ല കേട്ടോ, അതിന് മുന്നേ തന്നെ അത് സെറ്റായി. ഒന്നുകൂടെ ട്രൈ ആക്കാമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ അന്നേരത്തിന് അത് സെറ്റായി. പിന്നെ കാണാനൊരു ഭംഗിക്ക് ഞാൻ സ്ക്വയർ ഷേപ്പിലൊക്കെ ഒന്ന് മുറിച്ചെടുത്ത് വെച്ചേ. അബദ്ധം പറ്റിയതാണെങ്കിലും നല്ലൊരു വ്യത്യസ്തമായ ഹൽവ റെഡി ആയിട്ടുണ്ടേ. ട്രൈ ചെയ്ത് നോക്കിയോ കേട്ടോ. താങ്ക് യു.